ആംബുലൻസിൽ നമ്മെ വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് 2-3 ആളുകൾ വന്ന് നമുക്ക് കിടക്കാനുള്ള കട്ടിൽ തയ്യാറാക്കും. ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? എത്ര ആളുകൾ ആലോചിച്ചിട്ടുണ്ട്? നമ്മെ നമ്മുടെ വീട്ടിൽ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കിടത്തും. അന്ന് വീടിന് എന്തെന്നില്ലാത്തൊരു മൗനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരിക്കും. മക്കൾ തേങ്ങുന്നുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവൾ, ഇന്നലകളിലെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് തിരമാലകളായി കടന്നു വരുന്നുണ്ടാകും. ഒരു തുണി കൊണ്ട് നമ്മുടെ ശരീരം പുതക്കും. മലക്കുൽ മൗത്തിനെ പിന്തുടർന്ന നമ്മുടെ കണ്ണുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആ കണ്ണുകൾ അടക്കും. മരണവെപ്രാളത്തിൽ കൂട്ടിയടിച്ച് വേർപിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ കാലുകൾ ഒരു തുണി കൊണ്ട് പ്രിയപ്പെട്ടവർ കെട്ടും. ഇത് അനുഭവിക്കാനുള്ളതാണ്. ഓരോരുത്തരും നമ്മെ കാണാനെത്തും. അപ്പോഴേക്കും നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ടാകും. വില കൂടിയ വാഹനങ്ങൾ ഒരുപക്ഷേ നമ്മുടെ കാർ പോർച്ചിലുണ്ടായിരിക്കും. നമ്മൾ വില കൊടുത്തു വാങ്ങിയ, എൻ്റേതെന്ന് പറഞ്ഞ, നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള വാഹനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ആ യാത്രാ വാഹനത്തിലല്ല, ആളുകളുടെ ചുമലിലേറി നമ്മൾ പള്ളിയിലേക്കെത്തും. നമുക്ക് വേണ്ടി മാത്രം 1-ാമത്തെ സ്വഫ് മാറ്റിവെച്ചിട്ടുണ്ടാകും. അവിടെ നമ്മുടെ മയ്യത്ത് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പിറകിൽ നിന്ന് നമസ്കാരം നിർവഹിക്കും. കണ്ണീര് കുടച്ച മണ്ണുകൊണ്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് പ്രിയപ്പെട്ടവർ നമ്മുടെ മയ്യത്തിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബരിഹി വതവല്ല അൻഹു അസ്ഹാബുഹു. അങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് ആളുകൾ ഇങ്ങനെ തിരിച്ചു പോകും. കൂട്ടുകാർ തിരിച്ചു പോവുകയാണ്, ബന്ധുക്കൾ തിരിച്ചു പോവുകയാണ്, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ഓരോ ദിവസവും വിളിച്ചിരുന്ന പ്രിയപ്പെട്ടവർ, അവരൊക്കെ തിരിച്ചു മടങ്ങുകയാണ്. അവസാനം മക്കളുടെ ചുമലിലും തട്ടി മോനെ പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെയും കൊണ്ടുപോകുമ്പോൾ ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, ആ കാലടിയുടെ ശബ്ദങ്ങൾ ഖബറിൽ കിടന്ന് നമ്മൾ കേൾക്കും. അവസാനത്തെയാളും ഈ ശ്മശാന മൂകതയിൽ, ഈ മക്ബറയിൽ എന്നെ തനിച്ചാക്കി അവരൊക്കെ തിരിച്ചു പോവുകയാണ്. അവസാനത്തെ മനുഷ്യൻ അകലുന്നതിൻ്റെ ആ ശബ്ദം ഖബറിൻ്റെ ഇരുട്ടിൽ നമ്മൾ കേൾക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരു പ്രവാസി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് എത്ര തവണ അവൻ്റെ ബാഗ് പരിശോധിക്കും? എടുക്കേണ്ടതൊക്കെ എടുത്തോ? പാസ്പോർട്ട് ഉണ്ടോ? ടിക്കറ്റ് ഇല്ലേ? എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തി ആ എയർപോർട്ടിലെത്തി ഒന്നുകൂടെ ഒന്ന് നോക്കും. നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ യാത്രക്ക് മുമ്പ്, എപ്പോഴും വന്നെത്താവുന്ന ഈ യാത്രക്ക് മുമ്പ് നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ പ്രയാസമുള്ള വല്ല കാര്യങ്ങളുമുണ്ടോ എന്ന് പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, നമുക്ക് പരിശോധിക്കാൻ കഴിയണം. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു മരണാസന്നമായി കിടക്കുന്ന സമയം അദ്ദേഹം തൻ്റെ കുതിരയുടെ അരികിലേക്ക് വരികയാണ്. ആരാണ് അബൂദർദാ? എത്ര മഹത്വമുള്ള സ്വഹാബിയാണ്. തൻ്റെ കുതിരയുടെ അരികിലേക്ക് വന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ, ആ കുതിരയുടെ പേരെടുത്തു വിളിച്ചു. നിനക്ക് പ്രയാസമുള്ള ഒരു ഭാരവും അബൂദർദാ നിന്റെ ചുമലിൽ ഏൽപ്പിച്ചിട്ടില്ല. ഇന്നുവരെ നിനക്ക് പ്രയാസമുള്ളൊരു ഭാരം ഞാൻ നിന്റെ ചുമലിൽ നൽകിയിട്ടില്ല. നിനക്ക് പ്രയാസമുള്ളൊരു ദൂരം നിന്നെ ഞാൻ സഞ്ചരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പരലോകത്ത് എനിക്കെതിരെ പറയരുതേ എന്ന് പറയുന്ന മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു. സഹോദരന്മാരെ, ഈ ഒരു പരലോകബോധം നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാളെ പ്രയാസപ്പെടുത്താൻ കഴിയുക? ഒരു മൃഗം പോലും അതിനോട് പോലും നീതി കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അവിടെ അനീതിയാണെങ്കിൽ ചോദ്യം ചെയ്യുന്നൊരു പരലോകമുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അമ്മായിമ്മ പോരുകൾ ഉണ്ടാകുന്നത്?
വീട്ടിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയെ പ്രയാസപ്പെടുത്താനും അവരെ പരീക്ഷിക്കാനും അവരെ കണ്ണീർ വാർപ്പിക്കാനും എങ്ങനെയാണ് മുസ്ലിം കുടുംബങ്ങളിൽ സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെ അടിമയെപ്പോലെ ഉപയോഗിക്കാനും പ്രയാസപ്പെടുത്താനും മുതലാളിമാർക്കും തൊഴിലാളികൾക്കും കഴിയുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങൾ ക്രമീകരിക്കാൻ, തിരുത്തേണ്ടത് തിരുത്താൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പരലോക യാത്രക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഒരുപാട് കാലം നിങ്ങളുമായി ഇടകലർന്ന് ജീവിച്ച മനുഷ്യനാണ്, ക്ഷമിക്കണം പൊറുക്കണമെന്ന് മക്കൾ പറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള മുറിവുകൾ, നമ്മളുണ്ടാക്കിയ മുറിപ്പാടുകൾ അത് പിറകിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകരുത്. മായ്ച്ചാലും മായാത്ത രക്തപ്പാടുകൾ നമ്മുടെ തേറ്റകളിൽ ഉണ്ടാകരുത്. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും മാന്യമായി പെരുമാറാനും, ഒരു കൊച്ചു ജീവിയോടാണെങ്കിൽ പോലും ഒരു പ്രവാചകന്റെ ചരിത്രം റസൂലുള്ളാഹി പഠിപ്പിച്ചു നൽകി. മരച്ചുവട്ടിലിരിക്കാൻ ഒരു ഉറുമ്പ് കടിച്ചു, പെട്ടെന്ന് എഴുന്നേറ്റു. ആ കടി കൊണ്ട വേദനയിൽ ആ പ്രവാചകൻ പറഞ്ഞു, ആ കൂട് മുഴുവൻ നശിപ്പിക്കണം, ഉറുമ്പിൻ്റെ കൂട് മുഴുവൻ നശിപ്പിക്കണം. അള്ളാഹു തിരുത്തി, കടിച്ചതൊരു ഉറുമ്പാൻ. തസ്ബീഹ് ചെയ്യുന്ന മറ്റു ജീവികളെ നീ എന്തിനു വധിക്കണം? അദ്ദേഹം തൗബ ചെയ്തു മടങ്ങി. ഒരു കൊച്ചുറുമ്പ് പോലും നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് എങ്കിൽ മനുഷ്യർ, തൗഹീദുള്ളവർ, മുസ്ലിമീങ്ങൾ, നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബ ബന്ധുക്കൾ, അവരോടൊക്കെ എത്ര മാന്യമായിരിക്കണം നമ്മുടെ പെരുമാറ്റം എന്നത് നമ്മൾ ആലോചിക്കുക. നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. തിരുത്തേണ്ടത് തിരുത്തി ജീവിതം ക്രമീകരിച്ച് തൗബ അധികരിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുക. ഹാസിബൂ, നിങ്ങൾ വിചാരണ ചെയ്യണം, അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുന്നതിന് മുമ്പ് എന്ന് മഹാന്മാരായ താബിഈകൾ നമ്മളെ ഉണർത്തി. അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണക്ക് മുമ്പ് വിചാരണ ചെയ്യണം. വസ്സിനു, നിങ്ങളുടെ തൂക്കം നോക്കണം. നാളെ മീസാനിൽ നമ്മുടെ അമലുകൾ തൂക്കും, നമ്മെയും തൂക്കും. അതിനു മുമ്പ് നമ്മുടെ അമലുകൾ ഒന്ന് തൂക്കി നോക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ വർദ്ധിക്കുക നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ്. യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. നന്മകൾ അധികരിപ്പിച്ചാൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും. അതിനാണ് വിജ്ഞാന സദസ്സുകൾ. അല്ലാതെ ഈമാൻ കൂട്ടാൻ വല്ല ക്യാപ്സ്യൂളും അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നുമില്ല. ചില ആളുകൾ പറയും ഈമാൻ ഇല്ല, ഈമാൻ വളരെ കുറവാണ്, പണ്ട് ഉഷാറായിരുന്നു. അങ്ങനെ ഈമാൻ കൂട്ടാൻ എന്തെങ്കിലും മെഷീനോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ഈമാൻ അധികരിപ്പിക്കണമെങ്കിൽ, ഈമാൻ വർദ്ധിപ്പിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. വിജ്ഞാന സദസ്സുകളിൽ ഉണ്ടാകണം. റസൂലുള്ളാഹിയുടെ വിജ്ഞാന സദസ്സിൽ സ്വഹാബാക്കൾ ഉണ്ടായപ്പോൾ അവർ സ്വർഗനരകങ്ങളെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴോ സ്വഹാബത്തിൻ്റെ ഈമാൻ കുറഞ്ഞു. എങ്കിൽ വിജ്ഞാന സദസ്സുകൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും.